ആം ആദ്മി പാർട്ടി അതിൻ്റെ ചിഹ്നമായി കൊണ്ടുവന്നിരിക്കുന്നത് ചൂലാണ്. അതിൻ്റെ പ്രതീകാത്മകത വളരെ വ്യക്തമാണ്, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. ആം ആദ്മി പാർട്ടി ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തകർ ഗാന്ധി തൊപ്പി, നെഹ്റു ഉപയോഗിച്ചിരുന്ന തൊപ്പി കൂടി വയ്ക്കുന്നു. എന്താണ് അതിൻ്റെ ഒരർത്ഥം? അത് ഒരുപാട് ഉപയോഗിച്ച് അർത്ഥം ചോർന്നുപോയ ഒരു പ്രതീകം പോലുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേഷം നിശ്ചയിച്ചിരിക്കുന്നത് ആം ആദ്മിയുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ? നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പറഞ്ഞില്ലേ, ഗ്രാമസ്വരാജ് എൻ്റെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജി അല്ലെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എല്ലാവരും ആ ഒരു ഗ്രാമസ്വരാജ് സങ്കല്പത്തിൽ തന്നെയാണ്. യഥാർത്ഥ ഭരണം നടക്കേണ്ട ഗ്രാമതലത്തിലാണ്, ജനങ്ങൾ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വരാജിനെ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ സ്വരാജ് എന്നുള്ള പുസ്തകം അരവിന്ദ് എഴുതിയത്. അത് ഗാന്ധിജിയുടെ ആശയം പൂർണ്ണമായും ഗാന്ധിയൻ പ്രിൻസിപ്പിൾ പൂർണ്ണമായും ഒന്നും ഇന്നത്തെ ഒരു സമയത്ത് എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത തരത്തിലുള്ള വിഭവശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയാണ് ലോകത്ത് അറിയേണ്ടത്. അല്ലാണ്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഫണ്ട് വാങ്ങി ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന തെറ്റായ മെസ്സേജ് അല്ല. എൻ്റെ രാജ്യത്തുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ രാജ്യം ലോകത്ത് അറിയിക്കണം. അണ്ണാ സാറിൻ്റെ അണ്ണാജിയുടെ റലിഗൺ സിദ്ധിയിൽ വളരെ മനോഹരമായിട്ട് ഈ ഗ്രാമസ്വരാജിൻ്റെ ഇതും അവിടുത്തെ ഗ്രാമം വികസിച്ച കഥകളൊക്കെ നമുക്ക് മിക്കവാർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമരമാർഗ്ഗങ്ങൾ എപ്പോഴും ഒരു ഗാന്ധിസ സമരമാർഗ്ഗത്തിൽ നമുക്ക് മുമ്പ് നടത്തിയൊക്കെ അണ്ണാജിയുടെ നേതൃത്വം ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷനാണ്, അതിനുശേഷം അരവിന്ദ് നടത്തിയൊക്കെ ഒരു നിരാഹാര സമരം പോലത്തെ സമരങ്ങൾ, ആ ഒരു ആശയം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഈ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന നേതാക്കൾ പോലുമായിരുന്ന അണ്ണാ ഹസാരെ അടക്കമുള്ളവർ അതിനോട് യോജിച്ചില്ല, കിരൺ ബേദി യോജിച്ചില്ല, സന്തോഷ് ഹെഗ്ഡെ യോജിച്ചില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ശാന്തിഭൂഷണെ പോലുള്ള ചിലരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. ഇപ്പോഴിതാ ആ രാഷ്ട്രീയ പാർട്ടി യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് അതിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ പരീക്ഷണം അതിജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ അണ്ണാ ഹസാരെയും കിരൺ ബേദിയും അതുപോലെ സന്തോഷ് ഹെഗ്ഡെയും ഒക്കെ എന്തു പറയുന്നു? അവരും അരവിന്ദ് കെജ്രിവാളുമായി ആശയവിനിമയം ഉണ്ടായിരുന്നു. അവരുടെ പഴയ നിശ്ചയത്തിൽ നിന്ന് മാറ്റം വരുമോ? അവർ കൂടി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും അണ്ണാ ഹസാരെ കൂടി ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ആം ആദ്മി പാർട്ടി മാറുകയും ചെയ്യാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കേരള ഘടകത്തിന് ഉണ്ടോ? ഇല്ല, ഇപ്പോൾ നമുക്കിപ്പോൾ അണ്ണാ ഹസാരെജി എന്താണ് എന്നുള്ളത് ഇന്നലെ മാധ്യമങ്ങളിലൂടെ കണ്ട അറിവാണുള്ളത്. സന്തോഷ് ഹെഗ്ഡെ സാറൊക്കെ ആയിട്ട് അരവിന്ദ്ജിക്ക് നല്ല ബന്ധമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോഴും സന്തോഷ് ഹെഗ്ഡെ സാറിനെ മീറ്റ് ചെയ്തിട്ടാണ് അരവിന്ദ്ജി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. അണ്ണാ ഹസാരെജി വരാതിരുന്നതിൻ്റെ റീസൺ, രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമ്മളും ആ രീതിയിലേക്ക് തെറ്റായ രീതിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ തെറ്റായ അഴിമതിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്ത് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അരവിന്ദ്ജി അകത്ത് നിന്നിട്ട് ഫൈറ്റ്. ഈ രണ്ട് ആശയമാണ്, അല്ലാതെ അവർ പേഴ്സണലായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. രണ്ട്, ഇത് തന്നെ മുന്നിൽ കണ്ട് ഇന്ത്യയിൽ ഏകദേശം 1500 പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ട്രാൻസ്പെറൻസി എന്നുള്ളതിൽ അക്കൗണ്ട് ചെയ്യുന്നത്, നമ്മൾ ഓരോ രൂപ വാങ്ങുമ്പോൾ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നത്, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പാർട്ടികൾ വരാൻ വേണ്ടി തയ്യാറാകുന്നത്, മതങ്ങളുടെയോ അല്ലെങ്കിൽ ജാതിയുടെയോ പ്രദേശത്തിൻ്റെ പേരിൽ ഇതാവാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത്, മാനിഫെസ്റ്റോ ഉണ്ടാക്കിയത് 70 നിയമസഭാ മണ്ഡലങ്ങളിലും 70 തരത്തിലുള്ള മാനിഫെസ്റ്റോകൾ, അതിന് ഒരു കോമൺ ആയിട്ട് വേറൊരു മാനിഫെസ്റ്റോ, കൂടാതെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് അവിടെയുള്ള ആളുകളിൽ നിന്ന് തന്നെ കുറേ ആളുകൾ 100 ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നോമിനേഷൻ തരാമെന്നും അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള 5 പേരെ തിരഞ്ഞെടുക്കുകയും ആ 5 പേരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആം ആദ്മിൻ്റെ ആക്റ്റീവ് വോളണ്ടിയേഴ്സ് വോട്ട് ചെയ്യുന്ന ആൾ ആ പ്രദേശത്തെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന സിസ്റ്റമോ കാര്യം ഒക്കെ. പിന്നെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത്, അതായത് ഞാനിപ്പോൾ പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണെങ്കിൽ ഒരു തരത്തിലും എൻ്റെ ഒരു റിലേറ്റീവിന് പാർട്ടിയിലേക്ക് വരാൻ പാടില്ല. ഇപ്പോൾ മറ്റു പാർട്ടികൾ നമ്മൾ എന്താണോ ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നത്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഈ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചെയ്യുന്നുണ്ട്. കാര്യം നാളെ നമ്മളും ഇതേപോലുള്ള ഒരു തെറ്റിലേക്ക് പോകാൻ പാടില്ല. അത് പോവാതിരിക്കാനുള്ള ഇൻറ്റേർണൽ ലോക്പാൽ, നമ്മൾ ഏതെങ്കിലും ഭാരവാഹികൾക്കെതിരെ കംപ്ലയിൻ്റ് ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ലോക്പാൽ എന്നുള്ള സിസ്റ്റം ഉണ്ട് പാർട്ടിക്കകത്ത്.
ഏതൊരാൾക്കും വേണമെങ്കിൽ അതിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിട്ടയർഡ് ജഡ്ജ് പോലത്തെ ആളുകളെ വെച്ചിട്ടാണ് ആ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് മെക്കാനിസം പാർട്ടിക്ക് അകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും പോരായ്മയുണ്ട്. ആര് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗമല്ല, അതൊരു പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രക്ചർ കൊടുത്തെങ്കിലും ഈ സിസ്റ്റമൊക്കെ മാറ്റണം, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകണമെന്ന് വരുന്ന ആര് വന്നു കഴിഞ്ഞാലും ആ സജഷൻ ഉൾപ്പെടുത്തുകയും അത് സഹകരിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒരു മനോഭാവമാണ് പാർട്ടിക്ക് ആദ്യം മുതലുള്ളത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോഴും നമുക്ക് ഒരുപാട് സജഷൻസ് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി എന്തെങ്കിലും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഇന്നും കൂടുതൽ കറക്റ്റ് ചെയ്യണം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. ഇന്ത്യയിൽ മുഴുവൻ ഈ മെസ്സേജ് വ്യാപകമായ രീതിയിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആലോചനകളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ മുമ്പും നടന്നിട്ടുണ്ട്. ഉദാഹരണം ജയപ്രകാശ് നാരായൺ. ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും എന്ന് കരുതിയിരുന്ന ഒരാളാണ് അദ്ദേഹം. ഗാന്ധിയൻ ആശയങ്ങളാൽ ആകൃഷ്ടനായി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൂടി അതിനോടുകൂടി മിശ്രണം ചെയ്തുകൊണ്ട് ഒരു സാമൂഹ്യ സേവന രംഗത്തേക്ക് രാഷ്ട്രീയം വിട്ട് കടന്നു പോവുകയും ഇപ്പോൾ അണ്ണാ ഹസാരെയൊക്കെ ചെയ്തതുപോലെ കടന്നു പോവുകയും പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിൽ സമ്പൂർണ്ണ വിപ്ലവവുമായി നിങ്ങൾ നടത്തുന്നത് പോലുള്ള ആക്ടിവിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ജനതാ പാർട്ടി ഉണ്ടായി. അന്നും ഇത്തരം ചില ജാഗ്രതകളൊക്കെ അവരുടെ വശത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പരീക്ഷണം അമ്പെ പരാജയപ്പെട്ടു പോവുകയും അതിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ തുടരുകയും ചെയ്യുന്നൊരു കാഴ്ച ഇന്ത്യ കാണുന്നുണ്ട്. അത്തരത്തിലൊക്കെയുള്ള ആശയപരമായ തകർച്ച നേരിടുക, പ്രായോഗികമായ ജീർണത നേരിടുക, അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ആം ആദ്മി പാർട്ടി മുന്നിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞ ചില ധാർമ്മികമായ നടപടിക്രമങ്ങൾക്കപ്പുറം അത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ കൂടുതൽ ജാഗ്രത എന്താണ് ആം ആദ്മി പാർട്ടി സ്വീകരിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും പാർട്ടി പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്ക് കാണാൻ കഴിയുന്നത് വാങ്ങുന്ന ഫണ്ടുകളാണ്. അഴിമതിയാണല്ലോ മെയിനായിട്ട് വരുന്നത്. ഫണ്ട് വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ആരുടെത്തെങ്കിലും ഫണ്ട് വാങ്ങുമ്പോൾ ഒരു വലിയ മുതലാളിമാരെടുത്തും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെടുത്തും ഫണ്ട് വാങ്ങുമ്പോൾ ഓരോ രൂപയും അത് അക്കൗണ്ട് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് വരുന്നത്. ഇനി എന്തുകൊണ്ട് ഒരു പാർട്ടി ഇന്നതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് തീരുമാനം? അപ്പോൾ പബ്ലിക്കിന് അറിയില്ല എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് വിവരാവകാശത്തിൻ്റെ നിയമത്തിൽ പാർട്ടി വരണമെന്ന് പറയുന്നത്. പിന്നെ ക്രിമിനൽസ് അല്ലെങ്കിൽ അതുപോലത്തെ ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ഇപ്പം ഒരാൾ പോലും ആം ആദ്മി പാർട്ടി കാൻഡിഡേറ്റ്സിൽ ക്രിമിനൽ എന്നുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആരുമില്ല. അറിയാം, ഒരു മണ്ഡലത്തിൽ നമ്മുടെ ഒരു പ്രിത്പാൽ സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ 69 സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ ഉണ്ടായുള്ളൂ. ഒരാൾ നമ്മൾ മാറ്റി. അത് പിന്നീട് പുള്ളിക്ക് ലക്നൌവിൽ പുള്ളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു കേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതിൻ്റെ വിധിയൊന്നും ആയിട്ടില്ല, കേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്തുണ പിൻവലിച്ചു. അപ്പോൾ പാർട്ടി അയാളെ നോമിനേറ്റ് ചെയ്തെങ്കിൽ പോലും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നോമിനേഷൻ കൊടുത്ത് കാൻഡിഡേറ്റ് ആയെങ്കിൽ പോലും പിന്നീട് അറിഞ്ഞപ്പോഴും അത് തിരുത്താനുള്ള ഒരു മനോഭാവം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അധികാരത്തിൽ വരുന്നതിനേക്കാളും കൂടുതൽ ഈ പ്രക്രിയ ഒരാളും വന്നില്ലെങ്കിലും തെറ്റായ ഒരാളെ അവിടെ വരാതിരിക്കാനുള്ള നടപടികളുണ്ട്. പിന്നെ പാർട്ടിയിലെ പ്രാഥമിക മെമ്പർഷിപ്പാണ് എല്ലാവർക്കും എടുക്കാമെന്ന് പറയുന്നത്. അത് ആക്റ്റീവ് മെമ്പർഷിപ്പ് സ്റ്റാറ്റസിലേക്ക് പോകുമ്പോൾ കുറേ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ആളുകളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ആക്റ്റീവ് മെമ്പർഷിപ്പ് എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കുന്നത്.